ഇന്ന് നമ്മുടെ 135-ാമത്തെ എപ്പിസോഡാണ്. ഇന്ന് തന്നെ ഞാൻ 134 എപ്പിസോഡ് ചെയ്തിരുന്നു. പക്ഷേ ഞാൻ അതിന് ശേഷം യൂട്യൂബിൽ 2 കൊല്ലം ആയെന്ന് തോന്നുന്നു, അടുപ്പിച്ചായി. നമ്മുടെ നടനും MLA ആയ മുകേഷ് സാറ്, നടൻ രതീഷ് സാറിനെ കുറിച്ച് 2 എപ്പിസോഡിൽ അദ്ദേഹത്തിൻ്റെ ജീവിതം തകരാനുള്ള കാരണം എന്താണ് എന്നുള്ള വിഷയത്തെക്കുറിച്ച് 2 എപ്പിസോഡായിട്ട് യൂട്യൂബിൽ ഏകദേശം അരമണിക്കൂർ വെച്ച് ഒരു പ്രോഗ്രാം ഞാൻ കാണാൻ ഇടയായി. പക്ഷെ അദ്ദേഹത്തിന് അവസാന കാലഘട്ടത്തെക്കുറിച്ച് വ്യക്തമായ ധാരണയില്ലാതെ അതിനകത്ത് മനസ്സിലായി. ഞാനിപ്പോൾ പറയാൻ പോകുന്ന നടൻ രതീഷ് സാറിൻ്റെ അവസാന കാലഘട്ടത്തെക്കുറിച്ചാണ്. കാരണം ആ രതീഷ് സാറുമായിട്ട് അവസാന 2 കൊല്ലം, മരിക്കുന്നതിൻ്റെ അവസാന 2 കൊല്ലം, 2.5 കൊല്ലം ഏറ്റവും അടുപ്പമുണ്ടായിരുന്ന വ്യക്തി ഞാനാണ്. നിരന്തരമായിട്ട് അവരുടെ വീട്ടിൽ പോവുകയും എല്ലാം ചെയ്ത് അവസാനം മരിക്കുന്നത് നമ്മുടെ മമ്മൂട്ടി സാറിൻ്റെ അനിയന്മാരുടെ വർക്ക് വെച്ചാണ്. അത് KK രാജേഷ് സാറിൻ്റെ ആ സീരിയലിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ്. എൻ്റെ ഫ്ലാറ്റിൽ ഞാൻ പോയിട്ടുണ്ട്. ഞാനവിടെ താമസിക്കാൻ പോയിട്ടില്ല, ട്രിവാൻഡ്രം പോയപ്പോൾ. അപ്പം ആ സമയം വരെ ഞാൻ കൂടെ ഉണ്ടായിരുന്നു. എല്ലാ ദിവസങ്ങളിലും. ഞാൻ കുമളിക്കാരനാണ്. അദ്ദേഹം താമസിച്ചുകൊണ്ടിരുന്നത് കമ്മം എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ആ വീട് ഇപ്പോഴും പോകുമ്പോൾ ഞാൻ നോക്കാറുണ്ട്. ആ വീട് ഇപ്പോൾ ഉണ്ട് അവിടെ. അദ്ദേഹത്തിന് 2 വീടുണ്ടായിരുന്നു. കോളനി, സ്കൂളിൻ്റെ ഓപ്പോസിറ്റുള്ള കോളനി ഇടവഴി, അതായത് അവിടെ ഒരു ഇതുണ്ട്, റൗണ്ടുണ്ട്. അവിടെ ആ റൗണ്ടിൻ്റെ അവിടെ നിന്ന് അടുത്തോട്ട് കയറി റോഡ് സൈഡിലാണ് അദ്ദേഹത്തിൻ്റെ വീട്. റോഡ് സൈഡിൽ നിന്ന് ഇച്ചിരി കയറിയാണ്, റോഡിൻ്റെ ഹൈവേ വീട്ടിലാണ്. അവിടെയാണ്. ഒറ്റ നല്ല വീടായിരുന്നു. ആ വീട്ടിൽ ദിവസവും പോകുമായിരുന്നു. ഞാൻ അപ്പുറത്തെ വീട്ടിൽ ഇച്ചിരി പുറകോട്ട് മാറിക്കഴിഞ്ഞാൽ ഒരു പുളിന്തോപ്പിൻ്റെ സൈഡിലൊരു വീടുണ്ട്. അവിടെ ഇരുന്നാണ് ഞാൻ അദ്ദേഹത്തിന് വേണ്ടി കഥ എഴുതിക്കൊണ്ടിരുന്നത്. അദ്ദേഹത്തിന് വേണ്ടി ഈ കഥ എഴുതാനായിട്ട് എന്നെ ഈ കുമളിയിലുള്ള ഒരു ഉല്ലാസ് എന്നും പറഞ്ഞ എൻ്റെ ഒരു സുഹൃത്താണ് വിളിക്കുന്നത്. അതെൻ്റെ അനിയൻ ജെയ്സൻ്റെ സുഹൃത്താണ്, കൂടെ പഠിച്ചതാണ്. കാരണം ശ്രീമാൻ ശശികുമാർ എന്നും പറഞ്ഞൊരു സീരിയൽ 10 എപ്പിസോഡ് ഇവിടെ ഷൂട്ട് ചെയ്തിരുന്നു. അതിന് ഈ ഉല്ലാസിൻ്റെ വീട്ടിലും ഷൂട്ട് ചെയ്യുകയും എൻ്റെ തൊട്ടടുത്ത് താമസിച്ചിരുന്ന അന്ന് കാടമംഗോണ്ടിൽ നിന്ന്, അത് ഇപ്പം മുത്തൂറ്റിൻ്റെ റിസോർട്ടാണ്. മുത്തൂറ്റിലെ ഒരു പയ്യൻ മരിക്കുകയൊക്കെ ചെയ്തില്ലേ, ആ പയ്യൻ ഈ റിസോർട്ടിൽ എപ്പോഴും വരുമായിരുന്നു. ആ മുത്തൂറ്റേരെ എടുത്തത് ഒരു മുത്തൂറ്റെന്നാക്കി അതിൻ്റെ പേര്. അത് കാടമംഗോണ്ടി എന്താണെന്ന് തോന്നുന്നു, കാടമംഗോണ്ടിയാണ്, എന്തോ ഒരു പേരായിരുന്നു അതിന്. ആ സമയത്ത് അതിൻ്റെ ഓണറാണ് ആ വർക്ക് പ്രൊഡ്യൂസ് ചെയ്തത്. 5 ലക്ഷം രൂപ അത് മുടക്കായുള്ളൂ. പക്ഷേ ആ വർക്ക് കുളമായിട്ടാണ് അത് ചെയ്തത്. കാരണം എന്ന് പറഞ്ഞാൽ ഒരു പ്രായമുള്ള ഒരാളാണ് അത് ഡയറക്റ്റ് ചെയ്തത്. അതൊന്നിനും കൊള്ളില്ലായിരുന്നു. അതിൻ്റെ സ്ക്രിപ്റ്റ് ചെയ്ത അയാളുടെ ഒരു ഫ്രണ്ടായിരുന്നു, അതും ഒന്നിനും കൊള്ളില്ലായിരുന്നു. പക്ഷേ ഈ രതീഷ് സാറിൻ്റെ ജീവിത കഥയായിരുന്നു ആ സീരിയലായിട്ട് ഏഷ്യാനെറ്റുമായിട്ടൊക്കെ സംസാരിച്ച് വെച്ചിരുന്നതാണത്. രതീഷ് സാർ വിചാരിച്ചാൽ അത് ഫണ്ടഡായിട്ട് കിട്ടുമല്ലോ. അന്ന് സ്പോൺസറായിട്ട് തന്നെ നോക്കാനിരുന്നത്. അന്നേരമാണ് ഈ കഥകളെല്ലാം അദ്ദേഹത്തിൻ്റെ ഞാൻ അറിയുകയും 2.5 കൊല്ലം ഞാൻ അതിന് ശേഷം ആ കഥ എഴുതാനായിട്ട്, ആ 10 എപ്പിസോഡ് ഷൂട്ട് ചെയ്തതിന് ശേഷമുള്ള സംഭവം എഴുതാനായിട്ട് എന്നെ ആണ് ഏൽപ്പിച്ചത്. അപ്പോൾ ആദ്യം ചെന്നപ്പോഴേ ഒരാൾ എഴുതാനുള്ള, അതായത് സത്യം പറഞ്ഞു കൊടുക്കും, അത് പകർത്താനുള്ള ഒരാളെയാണ് വേണ്ടതെന്നും പറഞ്ഞാണ് വിളിക്കുന്നത്. ഞാനിങ്ങനെ അവിടെ ചെന്നപ്പം രതീഷ് സാറ് ഒരു ത്രെഡ് എന്നോട് പറയുന്നു. ഒരു പേപ്പറിലൊരു സംഭവം ചുമ്മാ നോട്ട് ചെയ്തായിരുന്നു. ഇത് എഴുതിക്കൊണ്ട് വരാൻ പറഞ്ഞ് പുള്ളിയുടെ ഡ്രൈവറായ മനോജ്, ഈ മനോജിൻ്റെ മൂക്ക് നല്ല ആക്സിഡൻറ്റിൽ പോയതാണത്. പ്ലാസ്റ്റിക് സർജറി ചെയ്ത് നല്ല ഭംഗിയുള്ള മൂക്കാക്കി എടുത്ത് മനോജ് എൻ്റെ കൂടെ, മനോജും അവിടെയാണ് കിടക്കുന്നത്, അപ്പുറത്തെ എഴുതുന്ന വീട്ടിൽ. അവിടെ തന്നെ വിട്ടു. ഞാൻ അവിടുന്ന് ഏകദേശം 2 മണിക്കൂർ കൊണ്ട് ഒരു 3 പേജ് തന്ന സബ്ജക്റ്റ് വെച്ച് ഞാൻ എഴുതി. അതിനകത്ത് മൊത്തം ഒരമ്മയും മകനും തമ്മിലുള്ള സ്നേഹമാണ് ഇതിനകത്ത് പറഞ്ഞിരുന്നത്. അപ്പോഴാണ് എനിക്കതിനകത്ത് മനസ്സിലായി, രതീഷ് സാറിൻ്റെ അമ്മയോട് ഈ പൂച്ചക്കണ്ണുള്ള രതീഷ് സാറിൻ്റെ കാര്യമാണ് ഈ പറയുന്നത്, അമ്മയോട് ഭയങ്കര ഡിപ്പെൻസിയാണെന്ന് എനിക്ക് മനസ്സിലായി. അത് ആ സബ്ജക്റ്റാണ്. അപ്പം ഞാനത് പറഞ്ഞപ്പോൾ മനോജ് വന്നച്ചങ്ങ് പോയി. എഴുതി കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ ആരെയും വായിച്ചേൽപ്പിക്കാൻ പോയില്ല. ഞാൻ മനോജിനോട് ചോദിച്ചു, മനോജ് ഡ്രൈവറാണ് അദ്ദേഹത്തിൻ്റെ, ഈ ഡ്രൈവറെ ഏൽപ്പിച്ചിരിക്കുന്നത് ചേച്ചി, അതായത് ഈ ഡയന ചേച്ചിയുടെ
അമ്മയാണ്. അതായത് അവർക്ക് പുനലൂർ, അതെ പുനലൂർ, പുനലൂർ ഒരു മെഡിക്കൽ സ്റ്റോറുണ്ട്. ഞാൻ അവിടെയും പോയിട്ടുണ്ട്. ആ മെഡിക്കൽ സ്റ്റോറാണ് അവസാന കാലഘട്ടങ്ങളിൽ അവിടുന്ന് കൊടുക്കുന്ന 20,000 രൂപ കൊണ്ടാണ് ഈ വീടിൻ്റെ വാടകയും ഇവരുടെ ചിലവുകളും ഈ കുട്ടികളുടെ ചിലവുകൾ, ആഹാര ചിലവുകളും നടന്നു പോയിക്കൊണ്ടിരുന്നത്. അതിൽ നിന്ന് കൊടുക്കണം. പിന്നെ ഡൈന ചേച്ചിയുടെ ഒരു അനിയത്തിയാരോ പൈസ അയച്ചു കൊടുക്കും. ആ പൈസ സ്കൂളിലേക്കാണ് ചെല്ലുന്നത്. അവിടെ ഫീസ് അതിൻ്റെ ഇച്ചിരി മിച്ചമുണ്ട്, അത് ഇങ്ങോട്ട് എടുക്കും. പിന്നെ ഒരു കാറ് കൊടുത്തേക്കുന്നതും ഡൈന ചേച്ചിയുടെ അമ്മയാണ്. അത് ലാൻസറായിരുന്നു. അപ്പം അവളെ ചേച്ചി അവള് ചേച്ചിയുടെ അമ്മയുടെ ലാൻസറാണ്. ഒരു മാരുതി കാറുണ്ട്. ആ മാരുതി കാറ് ചേച്ചിയുടെ അമ്മ ഉപയോഗിക്കും. ലാൻസർ ആവശ്യമുള്ള ദൂരയാത്രയ്ക്ക് ഈ ലാൻസറും കൊണ്ട് മനോജ് അവിടെ പോവും. മാരുതി ഇങ്ങോട്ട് കൊണ്ടുവരും. മാരുതി ഇവിടെ കൊടുത്തേച്ചാണ്, വേറൊരു ഡ്രൈവറുണ്ട് അവിടെ, അങ്ങനെ കൊടുത്തേച്ച്. എന്നാലും ലാൻസറിലാണ് രതീഷ് സാറാണല്ലോ പ്രശസ്തൻ. എവിടെയെങ്കിലും പോകണമെങ്കിൽ മാരുതിയെ പോകാനൊക്കെയല്ലോ. ഞാൻ ആ 2 വണ്ടിയിൽ ഒരുപാട് യാത്ര ചെയ്തിട്ടുണ്ട്. അപ്പം ഈ മനോജിനുള്ള ശമ്പളവും കൊടുക്കുന്ന അവിടുത്തെ ഈ രാജ ചേച്ചിയുടെ അമ്മയാണ്. അതിനൊക്കെ ഉള്ളൊരു കഥകളുണ്ട്. അപ്പോൾ അത് അവസാന കാലഘട്ടമാണ് ഞാൻ പറഞ്ഞത്, 2.5 കൊല്ലം. എല്ലാവരും വിചാരിക്കുന്നത് ഇദ്ദേഹം മദ്യപിക്കുമായിരുന്നു. ആ മദ്യപാനമൊക്കെ ലാസ്റ്റ് കാലഘട്ടത്തിൽ നിർത്തിയിരുന്നു. കാരണം ഇദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റോറി ബേസ് പറഞ്ഞുതരാം. ഞാൻ എഴുതിയ കഥയാണ്, പുള്ള ലൈഫ് തന്നെയാണ്. നല്ല രീതിയിൽ കയറി വന്ന ഈ രതീഷ് സാറ് ഏറ്റവും, അതായത് അന്ന് ജാതിയുടെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ഇതിന്, ഈ സിനിമാ ലോകത്ത്. കാരണം ഈ രതീഷ് സാർ ഒരാളുടെ സപ്പോർട്ടില്ലാതെ ഒറ്റയാനായിട്ട് വന്ന, ഇന്നത്തെ കാലത്തൊക്കെ ജയറാം എന്നൊക്കെ പറയല്ലേ, അങ്ങനെയൊക്കെ വന്ന ഒരു ഗ്രൂപ്പൊന്നുമല്ല. പിന്നെ കാസ്റ്റിൻ്റെ പ്രശ്നമുണ്ട്. അത് ഇദ്ദേഹം ഏത് കാസ്റ്റാണെന്ന് അറിയാമല്ലോ. അപ്പം അങ്ങനെ പ്രശ്നമുണ്ട്. വേർതിരിവിനകത്ത് ഗ്രൂപ്പിലൊന്നും ഇല്ല അദ്ദേഹത്തിൻ്റെ സൗന്ദര്യമാണ് അദ്ദേഹത്തെ പിടിച്ചിരുത്തിയത്. അദ്ദേഹം തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ജോയ് സാർ, ഞാനും മമ്മൂട്ടിയൊന്നും സത്യത്തിൽ ഒരു നടന്മാരല്ല. കാരണം എന്ന് പറഞ്ഞാൽ ഞങ്ങളൊക്കെ നിരന്തരമായിട്ട് പ്രാക്ടീസ് ചെയ്ത് അവസരങ്ങളെ ഉപയോഗിച്ച് ഞങ്ങൾ മനഃപ്പാഠമാക്കി അങ്ങനെ ഞങ്ങളിപ്പോൾ ചെയ്യുന്നതാണ്. മമ്മൂട്ടിക്ക് പോലും അത് ഉൾക്കൊള്ളണം. മോഹൻലാൽ എന്ന് പറഞ്ഞൊരു നടൻ അങ്ങനെയൊന്നുമല്ല. അയാൾ എവിടെ പോയാലും അയാൾ ലോകത്തിലെ നമ്പർ 1 ആകും. ഈ കലാഭവൻ പോലും കാണിക്കുന്ന ഹാസ്യമൊന്നും നമ്മൾ കണ്ട് ചിരിക്കേണ്ട ആവശ്യമില്ല. മോഹൻലാൽ ഞങ്ങളുടെ കൂടെ ഒരു ദിവസം ഞങ്ങളിങ്ങനെ വർക്കൊക്കെ ചെയ്യുമല്ലോ, അന്നേരം മോഹൻലാൽ ഒരു ദിവസം ഒരു തിരുമേനി മോഹൻലാലിന് എണ്ണ കൊടുക്കുന്നു, കൈക്കുമ്പിളിൽ എണ്ണ മേടിക്കുന്നു. പക്ഷേ അതിൻ്റെ നടുക്ക് തൂണുണ്ട്. മോഹൻലാൽ ഇങ്ങനെ ആ തൂണ് മാറ്റി ആ എണ്ണ എടുക്കാൻ പറ്റില്ല, തൂണ് കയ്യിൽ നടുക്കായിപ്പോയി. അതിന് കിടന്ന് കാണിക്കുന്ന കോപ്രായങ്ങൾ മോഹൻലാൽ അഭിനയിക്കുന്നതായിട്ട് ഞങ്ങൾ ചിരിച്ച് മണ്ണ് കപ്പി. കലാഭവനിക്കൊന്നും അങ്ങനെ ചിരിപ്പിക്കാൻ പറ്റില്ല. ഈ മോഹൻലാൽ ഈ കാണുന്ന സാധനമൊന്നുമല്ല. എന്ത് ചെയ്താലും അയാൾ എവിടെ കൊണ്ടിട്ടാലും അത്ര ടാലൻ്റാണ്. മമ്മൂട്ടിയും ഞാനൊക്കെ പ്രാക്ടീസ്ഡാണ്. അത് ഞങ്ങളൊക്കെ ഉള്ളിൽ കഴിവുണ്ട്, പക്ഷേ അതൊക്കെ പ്രാക്ടീസ് ചെയ്ത് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ. അപ്പം ഈ മമ്മൂട്ടി അതുപോലെ തന്നെ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ശ്രദ്ധക്കുറവാണ്, കാരണം ഒത്തിരി വർക്കുകളുണ്ട്. ഞാൻ ഇങ്ങനെ തന്നെ പറഞ്ഞ കേട്ടോ, ഞാൻ വെള്ളമൊക്കെ അടിച്ചിങ്ങനെ സിഗരറ്റും വലിച്ച് ഒരാൾ കഥ പറയാൻ വരുമ്പോൾ മമ്മൂട്ടി എൻ്റെ റൂമിലുണ്ട്. മമ്മൂട്ടി ശ്രദ്ധിച്ച് കഥ കേൾക്കും. അത് മമ്മൂട്ടിയുടെ ഇതാണ്, സിൻസിയറിറ്റിയാണ്. എനിക്ക് ആ സിൻസിയറിറ്റിയുള്ള ഇഷ്ടംമാതിരി പൈസയുണ്ട്, ഞാൻ വർക്കുണ്ട്. അപ്പോൾ മമ്മൂട്ടി കഥ കേട്ടിട്ട് ചിലപ്പോൾ മമ്മൂട്ടി എനിക്ക് വേണ്ടി കൊണ്ടുവന്ന കഥാപാത്രമാണ്. മമ്മൂട്ടി അത് കേട്ടിട്ട് പറയും എനിക്കത് മതി എന്ന് പറയും. അപ്പം രതീഷ് സാർ പറയും എനിക്കതാണേലും മതി എന്ന് പറയും. ഞാനതൊന്നും ശ്രദ്ധിക്കാൻ പോയില്ല. അങ്ങനെ കുറേ ഈ ഏപ്പടങ്ങളിൽ വരെ എനിക്ക് അഭിനയിക്കേണ്ടി വന്നിട്ടുണ്ട്. ഞാനെ കഥയൊന്നും ശ്രദ്ധിക്കില്ല. അതിൻ്റെ ഒരു ഉദാഹരണം എന്ന് പറഞ്ഞാൽ, ഒരു ദിവസം സാറിൻ്റെ വീട്ടിൽ ഈ കമ്പത്ത് മഞ്ഞിൽ ഇലിഞ്ഞു പൂക്കൾ എന്നും പറഞ്ഞ് സിനിമ ഓടിക്കൊണ്ടിരിക്കുക. നമ്മൾ സാറ് നായകനായ പടമുള്ളതെന്ന് പറയും. ഞാനതിനെങ്ങാൻ വിചാരിച്ചു ചോദിച്ചായിരുന്നു. ഇല്ല സാറേ, അന്നേരം ഓടിച്ചു വിടാനൊക്കെ ഇല്ല, അത് ടെലികാസ്റ്റ് ചെയ്യുന്ന സാധനമാണത്. ഞാൻ പറഞ്ഞില്ല സാറെന്നാ ഇല്ല ചോദിച്ചാൽ. എന്നിട്ട് അതിൻ്റെ സീനുകളെല്ലാം കണ്ടു. ഇതിലെവിടെ ഞാൻ അഭിനയിച്ചു. ഇച്ചിരി കഴിയുമ്പോഴത്തേനും സാറ് എൻട്രി ആവുന്നു. പുള്ളിയാളായിട്ട് ഡിറ്റക്റ്റീവ് പോലീസ് ഓഫീസർ ആ കുറ്റകൃത്യം കണ്ടുപിടിക്കുന്നത്. ഇങ്ങനൊരു സിനിമ ഞാൻ അഭിനയിച്ചതെന്ന് ഒന്ന് ആലോചിക്കുക. അതാണ്. അപ്പം ഞാൻ കഥയൊന്നും കേൾക്കില്ല, ഞാൻ സിഗരറ്റ് വേറെ. അതിന് മമ്മൂട്ടി ചിലപ്പോൾ പറയും നെഗറ്റീവ് കഥാപാത്രം ചെയ്തോളാം എന്ന് പറയും. അതിന് പക്ഷേ അന്നേരവും എനിക്കത് മനസ്സിലാകില്ല. കുറ്റമായിട്ട് പറഞ്ഞതല്ല, ഞാൻ എൻ്റെ ഉത്തരവാദിത്തം ഇല്ലായ്മ. മമ്മൂട്ടി അത്രയും ശ്രദ്ധിച്ചുകൊണ്ട് മമ്മൂട്ടിക്ക് എങ്ങനെ എത്താൻ പറ്റി
എന്ന് പറഞ്ഞ്. കാരണം മമ്മൂട്ടി എന്നും ഒരു സുഹൃത്താണ്. എനിക്ക് തോന്നുന്നത് രജിഷ് സാർ മരിച്ചപ്പം 5 ലക്ഷം രൂപ വെച്ച് 3 പേര് കൊടുത്തു എന്ന് ചേച്ചി എന്നോട് പറഞ്ഞു. കാരണം എൻ്റെ അമ്മയിൽ നിന്നും ഒരു 10,000 രൂപ ഞാൻ രജിഷ് സാറിന് ബുദ്ധിമുട്ട് വന്നപ്പോൾ മേടിച്ചു കൊടുത്തിട്ടുണ്ട്. കട്ടപ്പനയിൽ മിന്നാരം എന്ന് പറഞ്ഞൊരു തിളക്കം എന്നൊക്കെ പറഞ്ഞ് 2 ലേഡീസ് സെൻ്ററുണ്ട്. അവിടുത്തെ റിനു എന്നും പറഞ്ഞ് ഒരു കൂട്ടുകാരിൽ നിന്ന് ഞാൻ 10,000 രൂപ കടം വാങ്ങിക്കൊടുത്തിട്ടുണ്ട് പലിശയ്ക്ക്. പക്ഷേ അതിനകത്ത് അമ്മച്ചിയുടെ പൈസ തിരിച്ചു തന്നു. ഞാൻ അമ്മച്ചിക്ക് കൊടുത്തൊന്നുമില്ല. മരിച്ചു പോയി കഴിഞ്ഞ് ചേച്ചി വിളിച്ചു തന്നാണ് ആ പൈസ കേട്ടോ, ഡയന ചേച്ചി. അത് അവർ കൊടുത്ത പൈസയാണ്. 3 പേര്. എനിക്കൊന്ന് സുരേഷ് ഗോപിയാണെന്ന് തോന്നുന്നു, ഒന്ന് മമ്മൂട്ടിയാണെന്ന് തോന്നുന്നു, ഈ ദിലീപിനെ കുറ്റപ്പെടും, ഒന്ന് ദിലീപാണെന്ന് തോന്നുന്നു, പിന്നെ ഒരാളും കൂടെ പൈസ കൊടുത്തിരുന്നു. അത് അങ്ങനെ 5 ലക്ഷം രൂപ വെച്ച് 3 പേര്, സുരേഷ് ഗോപി, മമ്മൂട്ടി, ദിലീപ്, വേറൊരാളും കൂടെ 5 ലക്ഷം, വേറെ ഒത്തിരി പേര് സഹായിച്ചിട്ടുണ്ട്. അന്നേരം ചോദിക്കാതെ തന്നെ കൊടുക്കുന്ന കാശാണ്. അത് വന്നപ്പോഴത്തേക്ക് എന്നെ വിളിച്ച് അമ്മയുടെ പൈസ കൊണ്ടുവെക്കുക, വേറെ ആളും പറഞ്ഞു ചെയ്ത് വീതം വെച്ചാൽ ഒന്നിനുമില്ല, കാരണം അതുപോലെ കടമുണ്ടെന്ന് പറഞ്ഞ്. ഇല്ല ചേച്ചി ഞാൻ ചതിക്കില്ല. റീനു അതിന് വേണ്ടി ഞാൻ പൈസ വെട്ടിച്ചു എന്നും പറഞ്ഞ് റീനു ഇപ്പോഴും പിണക്കമൊന്നുമില്ല, മിണ്ടുകയും കാര്യമൊക്കെ ചെയ്യും. പിന്നെ കട്ടപ്പനയിൽ അപ്പോൾ പുള്ളിക്ക് അത്ര അവസ്ഥയാണ്. അതുപോലെ തന്നെ എല്ലാവരും വിചാരം അദ്ദേഹത്തിൻ്റെ ഒത്തിരി പൈസ ഉണ്ടെന്നാണ്. കാരണം അവിടുന്ന് ഒരു പണ്ട് ഫയറെന്നോ ക്രൈമെന്നോ പറഞ്ഞൊരു മാസികയിൽ പുള്ളി ഗ്യാസ് കുറ്റിക്കകത്ത് കഞ്ചാവ് കടത്തി എന്നൊക്കെ പറഞ്ഞ് വന്നതിൻ്റെ കാരണം ഞാനവിടെ നിൽക്കുമ്പോഴാണ്. പിരിവിന് വരുന്നു, നടൻ രതീഷിനടുത്ത് പിരിവിന് വന്ന് അത്ര കിട്ടണം, ഒരുപാട് കിട്ടണം. പുള്ളി പിറ്റേ ദിവസം ഇദ്ദേഹത്തിന് എവിടെയോ പോകണം, ഞാനും പോയതാ, പുല്ലൂർ പോകണം. അന്നേരം അതിന് വണ്ടിക്കൂലിയില്ല, വണ്ടിക്ക് പെട്രോൾ അടിക്കും, കാരണം പുള്ളിക്ക് ബസ്സേ പോകാനൊക്കില്ല. എനിക്ക് ബസ്സെല്ലാം നടന്നു പോരല്ലോ ഇപ്പം, പുള്ളിക്ക് അതിനകത്ത് ഡീസൽ അടിക്കണം. അപ്പോൾ അങ്ങനെ നിന്നുകൊണ്ടിരുന്നപ്പോഴാണ് ഇങ്ങനെ ഇവരൊരു 3-4 പേര്, എവിടെയൊന്നും അല്ല, അത് കട്ടപ്പന ഭാഗത്തെങ്ങാണ്ടാണ്. ഞങ്ങൾക്കൊരു പിരിവാണ് ഞങ്ങളുടെ അമ്പലത്തിൽ. നിങ്ങളുടെ അമ്പലത്തിൽ ഉത്സവത്തിൽ ഞാനെന്തിന് പിരിവാണ് സുഹൃത്തുക്കളെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു അല്ല എന്തെങ്കിലുമൊക്കെ നിങ്ങൾ ഇവിടെ വരെ വന്ന പിരിവ് അമ്പലത്തിലെ ഉത്സവത്തിന്. ഇദ്ദേഹത്തിൻ്റെ ദേഷ്യം എനിക്കറിയാം, കാരണം പുള്ളി അത്ര ടൈറ്റിലാണ് കാരണം ഇദ്ദേഹം. അന്നേരത്തിന് ഇവരങ്ങ് പോയി മിണ്ടാതെ ഒരു പിറ്റേ മാസത്തെ ഫയറാണോ ക്രൈമാണോന്ന് അറിയത്തില്ല, അവൻ്റെയൊക്കെ നെറിയാട് ജതി കഞ്ചാവ് ഗ്യാസ് കുറ്റിക്കുക, അതൊക്കെ സ്വപ്നത്തിൽ പോലെ ആർക്കും എന്നും പറഞ്ഞ് ഇദ്ദേഹത്തെ നാറ്റിച്ച്, എന്നിട്ടത് ഭയങ്കര പ്രശ്നമായി. അത് ഇദ്ദേഹത്തിൻ്റെ ഒരു ചീത്തപ്പേരായി. ഇതൊക്കെയാണ് സത്യാവസ്ഥ, പുള്ളിയുടെ അവസ്ഥ. ഇവിടെ നജീബ് എന്നും പറഞ്ഞ ഒരെണ്ണാനുണ്ട്, മീനിൻ്റെ ഹോൾസെയിലാണ്. അദ്ദേഹം ഒരുപാട് രൂപ രതീഷ് സാർ കൊടുക്കാറുണ്ട്. കാരണം ഇച്ചിരി മീൻ വേണമെന്ന് അങ്ങോട്ട് വിളിച്ചു ചോദിക്കും. രതീഷ് സാറിന് മറുപടി പറയാൻ പറ്റാത്തതുകൊണ്ട് ഈ എന്ത് ചെയ്യും, രതീഷ് സാർ ഞാൻ വന്ന് മേടിച്ചോളാം. പക്ഷേ ഇദ്ദേഹം അന്നത്തെ കാലത്ത് മാരുതേരി നജീബേണം കൊടുത്തു വിടും മീൻ. അതും 10,000-2000 രൂപയുടെ മീനാണ് അന്നത്തെ കാലത്ത് കൊടുത്തു വിടുന്നത്. പക്ഷേ രതീഷ് സാറിന് അത് കൊടുക്കാൻ പറ്റില്ലെന്ന് എനിക്കറിയാം. ഞാൻ അതിനകത്തെ കൊഞ്ചും കക്കായും അവിടെ എല്ലാ ആഹാരവും എനിക്ക് ഉച്ചയ്ക്ക് അവിടെ ഉണ്ട്. ഉച്ചയ്ക്ക് ചായ എല്ലാം ഉണ്ട് അവിടെ. രാവിലത്തെ കാപ്പിയാണ് ഞാൻ കുടിക്കാതെ വീട്ടിൽ നിന്ന് കുടിച്ചേച്ച് ഇവിടുന്ന് പോകും. ഞാൻ എഴുതാൻ പോകുന്നതല്ലേ. പക്ഷേ അത് അങ്ങനെയാണ്, അങ്ങനെ ഒരു അവസ്ഥയായിരുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. കാരണം ഇതെല്ലാം വരാൻ കാരണം ഇദ്ദേഹത്തിൻ്റെ അളിയനാണ്. ഇതാർക്കും അറിയാത്തൊരു കേസാണ് ഇത്. അതായത് രതീഷ് സാർ ആ കാലത്ത്, ഞാനാരും കുറ്റപ്പെടുത്തിയില്ല, ഉള്ള ഫ്രാങ്കായിട്ടങ്ങ് പറയുകയാണ്. ഇതൊക്കെ പത്മരായനും അറിയാം, പാറുവിനറിയാം. പക്ഷെ അവരൊക്കെ കുഞ്ഞുങ്ങളാണ്. പാറുവാണ് മൂത്തത്, പപ്പൻ രണ്ടാമത്, മൂന്നാമത് കുഞ്ഞ്, പിന്നെ സുബ്രഹ്മണ്യനുണ്ട് ഇളയത്. അവന് നല്ല ടാലൻ്റ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. ഇല്ല പത്മരാജന് രക്ഷപ്പെടുകയുള്ളൂ എന്ന് പറഞ്ഞു. ഇല്ല സാറേ, അതിനേക്കാൾ രക്ഷപ്പെടാൻ സുബ്രഹ്മണ്യനാണ്, സുബ്ബു എന്നാണ് വിളിക്കുന്നത് ഞങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. സുബ്ബിൻ്റെ കഥകളൊന്നും അറിയത്തില്ല. പാർവതി ഒരു സിനിമയിൽ തന്നെ മധുര നാരങ്ങയെന്നും പറഞ്ഞതിൽ നായികയായി ജീവിതത്തിലേക്ക് കടന്നു. ഒരു നല്ല കുട്ടിയാണ്. അതിൻ്റെ പേരിൽ ഒരു പ്രശ്നമുണ്ടായി, ഞാനത് പിന്നെ പറയാം. രതീഷ് സാറിൻ്റെ അളിയൻ അച്ഛൻ്റെ സ്ഥാനത്തായിരുന്നു. കാരണം എന്ന് പറഞ്ഞാൽ അവരുടെ സഹോദരിമാരിൽ രതീഷ് സാറും കണ്ടാണ് ഒരാണുണ്ടെന്നാണ് എൻ്റെ അറിവ്. അങ്ങനെയാണ് പറഞ്ഞത്. കൃത്യമായിട്ട് ഒരാൾ ഈ ഇടയ്ക്ക് തർക്കിച്ചു. കാരണം രതീഷ് സാറിന് ഒരു അനിയനുണ്ട്, ചേട്ടൻ, അത് ബന്ധത്തിൽ വല്ലതും ആയിരിക്കും. അപ്പം മൂത്ത സഹോദരിയുടെ ഭർത്താവാണ് ഈ അളിയൻ. അപ്പോൾ അച്ഛൻ മരിച്ചതിന് ശേഷം അച്ഛൻ്റെ സ്ഥാനമായിരുന്നു. രതീഷ് സാർ ഇത്രയും സിനിമയൊക്കെ ചെയ്തപ്പോൾ ഈ അളിയൻ എന്ന് പറഞ്ഞ ആളുടെ കയ്യിൽ വിശ്വസിച്ച് പൈസയൊക്കെ ഏൽപ്പിച്ചു. ഇവരെന്ത് ചെയ്തു, ഇവർ ബ്രാൻഡി കച്ചവടം, ഈ മുകേഷ് സാറും പറഞ്ഞിരുന്നല്ലോ, ഈ ബ്രാൻഡി കച്ചവടത്തിൽ അങ്ങനെ ബിസിനസ്സിന് വേണ്ടി എന്നും പറഞ്ഞ് അവർ തമിഴ്നാട്ടിലെയൊക്കെ ഒരു 10-56 ചാരായ ഷോപ്പുകൾ
ഈ പ്ലാസ്റ്റിക്കിനകത്തുള്ള കുപ്പിക്കകത്തുള്ള ചാരായ ഷോപ്പുകൾ എടുത്തു. പക്ഷേ ഇഷ്ടംമാതിരി പൈസ വന്നു. എല്ലാ അളിയൻ അച്ഛൻ്റെ സ്ഥാനമാണ് അയാളുടെ കയ്യിലായിരുന്നു. അയാൾ ക്ലീൻ ആയിട്ട് രജിസ്ട്രാറിനെ ചീറ്റ് ചെയ്തു. രജിസ്ട്രാർ ഉണ്ടാക്കിയ അതുവരെയുള്ള പൈസ മൊത്തം അയാൾ കളപ്പിച്ചു. അയാൾ രജിസ്ട്രാർ ചോദിക്കാൻ ചെന്നു അയാളുടെ വീട്ടിൽ. രജിസ്ട്രാറിനെ ഗുണ്ടകളെ കൊണ്ട് തല്ലി. ഇതൊക്കെ സത്യമാണ്. തല്ലി എടുപ്പിച്ച് ഈ ഗേറ്റിൻ്റെ പുറത്തോടെ ഫ്രണ്ടിൽ ടവർ നിൽപ്പുണ്ട്, ടവർ, അതിലേക്ക് എറിഞ്ഞു. രജിസ്ട്രാർ താഴെ വീണു. ഒന്നും ചെയ്യാൻ പറ്റാതെ നടൻ രതീഷാണ് അത് അങ്ങനെ ചെയ്തു വിട്ടു. അതോടുകൂടി രതീഷ് സാറ് എല്ലാം നഷ്ടപ്പെട്ട് ഒരു പരുവായി. അന്നേരം ഈ ഡയന ചേച്ചിയുടെ അമ്മയാണ് സഹായത്തിനുണ്ടായിരുന്നുള്ളൂ. അയാളാണ് ആ ചെയ്തത്. അതിൻ്റെ പേര് രതീഷ് സാറ് മരിച്ചപ്പം ഇയാളൊക്കെ ത്യാഗിയായിട്ട് വന്ന് തിരുവനന്തപുരത്ത് നിന്ന് എവിടെ കൊണ്ടുപോയി? അയാളുടെ വീട്ടിലാണ് അടക്കിയത്. എനിക്കറിയാം, ഞാനതുകൊണ്ട് പോയില്ല. ഞാൻ ഡയന ചേച്ചിയോട് ചോദിച്ചു, ഡയന ചേച്ചി ഞാൻ എങ്ങനെ വരുമെന്ന് ചോദിച്ചു. ചേച്ചിക്കറിയാമല്ലേ ഇത് അയാളാണ് നിങ്ങളുടെ ജീവൻ തകർത്ത് അയാളുടെ വീട്ടിൽ അടക്കിയല്ലേ? ദേശാറിൻ്റെ ആത്മാവ് പൊറുക്കലെന്ന് ഞാൻ പറഞ്ഞു. എന്ത് ചെയ്യാനാ സാഹചര്യം ഇതായിപ്പോയില്ലേ എന്ന് പറഞ്ഞു. എന്നോട് പറഞ്ഞാണ് ഡയന ചേച്ചി മരിച്ച് സ്വർഗത്തിൽ പോയി, രതീഷ് സാറും പോയി. ഞാൻ ആദ്യം എഴുതാൻ ചെന്നപ്പോൾ രതീഷ് സാറിൻ്റെ നന്മ അറിയുന്നത് എങ്ങനെയാണ്? ചെന്ന് ഫസ്റ്റ് ദിവസം അവിടെ ഇരിക്കുകയാണ്. അപ്പം ഞങ്ങൾ മുറ്റത്തിരുന്ന് കുറേ കാര്യങ്ങളൊക്കെ പറയാം. മുറ്റെന്ന് പറഞ്ഞാൽ പുള്ള വീടിൻ്റെ മതിലിൻ്റെ വെളിയിൽ ഒരു പുളി ചോട്ടിലിരുന്ന്. ഇപ്പോഴും ആ വീടുണ്ട്, പോയി നോക്കാം. അവിടെ ഇങ്ങനെ വേറൊരാൾ വന്നപ്പോഴത്തേന് അയാൾ പറഞ്ഞു, ജോയ്സനറിയാവോ ഞാൻ ഈ നമ്മുടെ എന്നാ സിനിമയുടെ പേരെന്നാ മണിരത്നത്തിൻ്റെ എന്നാ ദളപതി എന്ന് പറഞ്ഞ സിനിമയിലെ കഥ എന്താണെന്ന് അറിയാമോ? ഞാൻ ഇല്ല സാർ എന്ന് പറഞ്ഞു. ഇദ്ദേഹം പറയുമെന്ന് പറഞ്ഞു. ദളപതിയുടെ കഥ മഹാഭാരതത്തിലെ കർണൻ്റെ അർജുനൻ്റെയൊക്കെ കഥയാണ്. കർണൻ, അർജുനൻ, ദുര്യോധനൻ, യുധിഷ്ഠിരൻ, ഇവരുടെ കഥയാണ്. കാരണം അതിനകത്ത് കർണൻ എന്ന് പറഞ്ഞ കഥാപാത്രമാണ് കറക്റ്റ് രജനീകാന്ത്. ദുര്യോധനല്ല, യുധിഷ്ഠിരൻ്റെ ധർമ്മനിഷ്ഠ. ദുര്യോധനാണ് മമ്മൂട്ടി. അതിനകത്ത് പിന്നെ ശോഭനയുടെ കഥാപാത്രത്തെ അവരുടെ വീട്ടിൽ ചെന്ന് വെച്ച് എൻ്റെ എല്ലാ സ്വത്തുക്കളും കൊടുക്കാൻ കെട്ടിക്കോളാൻ പറഞ്ഞാൽ നിൻ്റെ കൊലപാതകം എന്നൊക്കെ ചോദിക്കുന്ന സംഭവമൊക്കെ ഇല്ലേ? അതൊക്കെ സത്യത്തിൽ മഹാഭാരതത്തിലെ കർണന് ദുര്യോധനൻ കൊടുക്കാമെന്ന് പറഞ്ഞ സ്വത്താണ്. അവന് ജാതി ഏതാണെന്ന് അറിയത്തില്ല. അതുപോലെ തന്നെ ട്രെയിനിലാണ് ഇവനെ ഈ രജനീകാന്തിനെ എടുത്ത് ഉപേക്ഷിക്കുന്നത്. മറ്റേതിൽ വെള്ളത്തിലൊഴുക്കി വിടുകയാണ് ഈ മഹാഭാരതത്തിൽ. അതൊരു ഭയങ്കര സംഭവം കേട്ടോ. ലോകത്തിൽ അതുപോലൊരു ക്ലാസിക്കില്ല. കാരണം 8000 പേരുകളും കണ്ട് ആവർത്തന വിരുദ്ധമില്ലാതെ അതിനകത്ത് വന്നിട്ടുണ്ട് മഹാഭാരതത്തിൽ. അതിൻ്റെ ഒരു ചെറിയൊരു ഏടാണ് ഈ ഇത് ദളപതിക്കകത്ത്. അതുപോലെ തന്നെ കെട്ടുന്ന ആരാണ്? ഈ സത്യത്തിൽ കർണന് പകരം അർജുനാണ് കെട്ടുന്നത്. അർജുനൻ ഇതിനകത്ത് ആരാണ്? ഇതിനകത്ത് രജനീകാന്തിൻ്റെ അനിയനായ അരുൺ സ്വാമിയാണ് വിവാഹം കഴിക്കുന്നത് അവിടെ. അങ്ങനെയൊക്കെ ഒരുപാട് സാമ്യങ്ങളുണ്ട്. ലാസ്റ്റ് പോയി യാചിക്കുകയാണ് ഭിക്ഷ. അമ്മ പോയി യാചിക്കുകയാണ് അനിയൻ്റെ അർജുനെ കൊല്ലരുതെന്നും പറഞ്ഞ് യാചിക്കുന്ന പോലെ തന്നെയാണ് ഇതിനകത്ത് പോയി ശ്രീവിദ്യ പോയി യാചിക്കുകയാണ് ആരോട്? എൻ്റെ മോനെ കൊല്ലരുതെന്നും പറഞ്ഞ് മൂത്ത മോനോട്. അതുകൊണ്ടാണ് അവനെ കൊല്ലാതെ വിട്ടത്. അതുകൊണ്ടാണ് ഇവൻ്റെ മരണം സംഭവിച്ചതൊക്കെ. അങ്ങനെയൊക്കെ ആ രതീഷ് സാറാണ് അവിടെ വെച്ച് എനിക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ടാലൻറ്റ്. ആ സമയത്ത് രതീഷ് സാറ് സുബ്ബുവിനെ വിളിച്ച്, സുബ്ബു ഏറ്റവും കുഞ്ഞാണ്, അതിൻ്റെ ഓപ്പോസിറ്റാണ്. സ്കൂളാണെന്നാൽ അവിടെ ബീഡി കിട്ടും. സാർ ഒരുപാട് ബീഡി മേടിക്കാനോ സിഗരറ്റ് മേടിക്കാറുണ്ട്. അങ്ങനെ സുബ്ബു പറഞ്ഞു, നമ്മൾ വേണ്ട സാറേ, ഞാൻ പോയി മേടിച്ചിട്ടാ. ആ മനുഷ്യനാണ് എനിക്ക് ആദ്യം ജീവിതത്തിൽ വില തരുന്നത്. പറഞ്ഞ് ജോയ്സനെൻ്റെ ബീഡി മേടിക്കാൻ വന്നതല്ല, എൻ്റെ കഥ എഴുതാൻ വന്നതാണ്. ജോയ്സിൻ്റെ എഴുത്ത് കണ്ടപ്പോൾ മനസ്സിലായി ഇത് പകർത്താനല്ല, ജോയ്സിന് എഴുതാൻ ടാലൻ്റ്. ജോയ്സിന് എത്ര വിദ്യാഭ്യാസമുണ്ട്? ഞാൻ പറഞ്ഞു, സാറേ ഇങ്ങനെ എൻ്റെ വിദ്യാഭ്യാസം പറഞ്ഞു, ഡിഫ്റ്റൊക്കെ പഠിച്ചതാണ്. എന്താണെങ്കിലും ജോയ്സാ ഒരു കഴിവുണ്ട് ജോയ്സിന് ഒരുപാട് ദൈവാനുഗ്രഹമുണ്ട്. ഇന്നല്ലെങ്കിൽ നാളെ ജോയ്സൻ എഴുത്തിലൂടെ രക്ഷപ്പെടുമെന്ന് പറഞ്ഞു. എന്നോട് പറഞ്ഞ ഇതാണ്. ഞാൻ അദ്ദേഹത്തിൻ്റെ കാല് തൊട്ട് കേട്ടോ ഇങ്ങനെ പറഞ്ഞു. ആ മനുഷ്യൻ ബീഡി മേടിക്കാൻ സ്വന്തം മകനെ വിട്ടത്, എന്നെ വിട്ടില്ല. ഏറ്റവും ആദ്യം എനിക്ക് അംഗീകാരം കിട്ടുന്ന അവിടുന്നാണ്. അതിൻ്റെ പേരിൽ ഈ രതീഷ് സാറിൻ്റെ ഇത്ര അടുത്ത ആളാന്ന് പറഞ്ഞ് ആണ് എനിക്ക് ഞാൻ ഫസ്റ്റ് ചെയ്യുന്ന വർക്ക് അതാണ്. ജഗബുവയുടെ പോസ്റ്റ് പ്രൊഡക്ഷൻ ഡയറക്ടറും സീരിയലിൻ്റെ
അസോസിയേറ്റ് ഡയറക്ടറായിരുന്നു. അത് 3 ദിവസമേ ഉള്ളൂ ഒരു മാസത്തെ വർക്ക്. ഒരു മാസത്തിൽ 6 ദിവസം അതിൻ്റെ അസോസിയേറ്റ് ആയിട്ട് ചെയ്തിട്ട് പോയി ഞാൻ പോസ്റ്റ് പ്രൊഡക്ഷൻ ചെയ്യും. കാരണം ശനി ഞായറും ഉള്ളല്ലോ ടെലികാസ്റ്റർ. സൂര്യ കൈരളിയിലായിരുന്നു. അങ്ങനെ ഈ സുരാജൊക്കെ നല്ല ഫ്രണ്ട്സാണ്. സുരാജ് അതിനകത്തുള്ള പലരും ഉണ്ട്. സുരാജാണ് ഏറ്റവും പോപ്പുലറായിപ്പോയത്. എന്നാൽ സുരാജിന് വെറും 3000 രൂപ ഉള്ളൂ പെർ ഡേ. സുരാജാണ് ചെറിയ സ്റ്റേജ് പ്രോഗ്രാമൊക്കെ വെച്ച് ഒത്തിരി ആർട്ടിസ്റ്റിനെയൊക്കെ അവതരിപ്പിക്കും. അന്ന് ഞാൻ ഇടുക്കിയിൽ നെടുങ്കണ്ടത്തൊക്കെ സുരാജിൻ്റെ പ്രോഗ്രാം കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ സുരാജിന് അങ്ങനെയൊക്കെ വന്നിട്ടുണ്ട്. അങ്ങനെ എനിക്ക് അതിൻ്റെ പേരിൽ 2-3 വർക്കുകൾ കിട്ടി. പക്ഷേ അന്നേരം ഈ ചതിയിൽപ്പെട്ട് ഈ അളിയനിൽ നിന്ന് എല്ലാം നശിച്ച് ലാസ്റ്റ് അങ്ങനെയാണ് കുറേ സ്വത്തുക്കൾ വെച്ചുകൊണ്ടായിരുന്നു. അത് വന്ന് ഈ കമ്പത്ത് വന്ന് ഒരു 600 ഏക്കർ, അതും ബ്രോക്കർമാർ തമിഴ്നാട്ടിലെ കുറേ ഫ്രോഡുകളുമായിട്ട് ആണ് സാറ് കൂട്ടുകൊണ്ടുവന്നത്. അന്ന് ഇഷ്ടംമാതിരി പൈസ ഉണ്ടായി. പുള്ളി ഒരു 600 ഏക്കർ മുന്തിരിത്തോട്ടം ഉണ്ടാക്കാൻ വേണ്ടി ഫോറസ്റ്റിൻ്റെ അടുത്ത് മേഘമലയുടെ താഴ്വാരമായിട്ട് വരും. കുറേ അങ്ങ് പോകണം. പള്ളി അതൊരു സ്ഥലമാണ്. മേഘമലയുടെ താഴെ പുള്ളി 600 ഏക്കർ എടുത്തു. അതിനകത്ത് കുറച്ച് സ്ഥലത്തിന് പട്ടയുണ്ടായിരുന്നു. ബാക്കി മുന്തിരി 5 ഏക്കറിലാകെ പുള്ളി മുന്തിരി വെച്ച് പിടിപ്പിച്ചു. അതിന് ഈ കമ്പൊക്കെ വല്ല ഈ വേലിക്കാല് പോലത്തെ അതൊക്കെ വെച്ച് 5 ഏക്കറിൽ ഒരു നന്നായിട്ട് വന്നു. പക്ഷേ അത് അതിനുശേഷം കാശിൻ്റെ വരവ് നിന്നു. അതോടുകൂടി പുള്ളിക്ക് ഇച്ചിരി മദ്യപാനം കൂടി. പണ്ട് മദ്യപിക്കും. മദ്യപാനം കൂടി ഇദ്ദേഹത്തെ പൈങ്കുളം ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി, നിങ്ങൾക്ക് അറിയുമെന്നറിയില്ല, കൊണ്ടുപോയി കുറച്ച് നാൾ അഡ്മിറ്റ് ചെയ്യേണ്ടി വന്നു അദ്ദേഹത്തെ. അന്നേരം ഉണ്ടായ സംഭവം എന്ന് പറഞ്ഞാൽ ഇത് പിന്നെ അതിൽ നിന്ന് റിമൂവായി വന്നു. പിന്നെ മദ്യപിച്ച് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. അപ്പോൾ എന്നോട് ഈ കുമ്പളിയിലൊക്കെ വരുമ്പോൾ ചോദിച്ചാൽ വീട്ടിൽ ഡയനെ ഇല്ല, ഞാൻ നമ്മളൊരു വഴിക്ക് പോയില്ല. മനോജും ഉണ്ട്. എനിക്കൊരു അന്ന് കുമ്പളി ടൗണിലുള്ള ബിവറേഴ്സ് അല്ല, അന്ന് ബ്രാൻഡിക്കട പോലെ എന്താ ഒരെണ്ണം മേടിച്ചേരണമെന്ന് പറയും. ഞാൻ പറയുമെന്ന് പറയാം, അതുവരെ ഞാൻ കൂടെ നിൽക്കും. പക്ഷേ ഞാൻ ആ സമയം ഞാൻ പറയും മനോജിനെ കൊണ്ട് മേടിപ്പിച്ചോളാൻ പറയും. കാരണം ആ ഡ്രൈവറെ കൊണ്ട് അവൻ മേടിച്ച് കൊടുക്കത്തുമില്ല. കാരണം ഞാനത് ചെയ്ത തെറ്റാണ്. കാരണം അതെല്ലാം നിർത്തി ഹോസ്പിറ്റലിൽ പോയി ചെയ്തതല്ലേ. അപ്പം അങ്ങനെ ചെയ്യും. പക്ഷേ ഒരു ഭീകരാവസ്ഥ എന്ന് പറഞ്ഞാൽ സാറ് ഈ മനോജിൻ്റെ വായിൽ നിന്ന് വീണ 2 കാര്യങ്ങളിൽ ഞാൻ ആ ഡ്രൈവർ മനോജുമായിട്ട്, അവൻ ഗൾഫിലെങ്ങാണ്ടാണ്. അവനൊരു ദിവസം സാറും ഇല്ല, ചേച്ചിയില്ല, 4 കുഞ്ഞുങ്ങളുണ്ട് അവിടെ. ഞാനിങ്ങനെ ഉച്ചയ്ക്ക് ഉണ്ണാനായിട്ട് വരുമ്പോൾ ജോയ്സ ഇല്ല, ഞങ്ങളാരുമില്ല, ജോയ്സൻ പോയി കഴിച്ചോണമെന്ന് പറഞ്ഞു. ഞാൻ അവിടുത്തെ മനോജുണ്ട്, അവിടെ ബാഡ്മിൻ്റൺ കളിക്കുക. ഈ മനോജും കുഞ്ഞുങ്ങൾ, പാറുവിന് 12 വയസ്സേ ഉള്ളൂ, 13 വയസ്സ്. അങ്ങനെ പാറു പറഞ്ഞാൽ അത് വീണിപ്പോൾ നിലത്തിരുന്നപ്പം ഇവൻ പോയി, ഈ മനോജ് ഒന്നും പറയാൻ പാടില്ല, ഇവന് കാല് വെച്ച് എണീക്കുന്നും പറഞ്ഞുകൊണ്ട് ഈ തള്ളവരൽ വെച്ച് ഈ പാറുവിൻ്റെ ബാക്ക് വെസ്റ്റ് ഇങ്ങനെ ഞൂണ്ടി എണീക്കുന്നു പറഞ്ഞു. എനിക്കത് ഇഷ്ടപ്പെട്ടില്ല. അത് ഞാൻ നേരെ കുറച്ച് പറഞ്ഞു, സാറേ എനിക്കത് ഇഷ്ടപ്പെട്ടില്ല, അവൻ ഡ്രൈവറല്ലേ, അവനെന്തിനാണ് വീട്ടിൽ കാര്യം എന്നും പറഞ്ഞ് ഞാൻ ബി ബി രായൻ എന്ന് പറഞ്ഞ കേരള മുതലുള്ള ജില്ലാ ലേഖകനോട് വിളിച്ച് പറഞ്ഞു. ജോയ്സിനത് പറയണമെന്ന് പറഞ്ഞു. ജോയ്സൻ അവിടുത്തെ ഒരു സ്വന്തം കൂടപ്പുറപ്പിൻ്റെ സ്ഥാനമല്ലേ എന്ന് പറഞ്ഞു. ഞാൻ രതീഷ് മരിക്കുന്ന വരെ ഞാൻ മിണ്ടിയിട്ടില്ല. ആൾ കുഞ്ഞാണ് അവൾ. പക്ഷേ ഞാൻ പറഞ്ഞു, മനോജ് നീ കാണിക്കുന്നത് ശരി, നീ എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത്, ഞങ്ങൾ തമ്മിൽ ഉടക്കുണ്ടാക്കിയത് അവിടെ ആർക്കും അന്നേരം. കാരണം ചേച്ചി ഏൽപ്പിച്ചേക്കുന്ന. പിന്നെ അവനൊരു കാര്യം ചെയ്യുമായിരുന്നു, ഇവൻ അവിടെ നിന്ന് എങ്ങാണ്ട് കൊടുത്തു വിട്ടുന്ന സാറ് മദ്യപിക്കാതിരിക്കാൻ വേണ്ടി സാറ് കുടിക്കുന്ന ചായക്കകത്ത് ഇവനൊരു പൊടി കലക്കി കൊടുക്കും. അത് ഞാൻ ചോദിച്ചത് ചേച്ചിക്കറിയാം, ഡയന ചേച്ചിക്ക് കുടിക്കാതിരിക്കാൻ വേണ്ടി കൊടുക്കുന്ന. ഞാൻ ചോദിച്ചാൽ അതൊക്കെ അങ്ങനെ കൊടുക്കരുത്, അതൊക്കെ മെൻ്റലി പ്രശ്നമാകുമെന്ന് പറഞ്ഞു. അങ്ങനെ ഇതൊക്കെ സത്യമാണ്, ഇതൊക്കെ സത്യമാണ്. ഞാനിപ്പോൾ വിളിച്ച് പറഞ്ഞ നിയമപരമായിട്ട് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായിട്ട് എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഇവനത് കഴിക്കും. ഈ രതീഷ് സാറ് മരിക്കുന്ന സമയത്ത് ആ ഫ്ലാറ്റ് അത് അവിടുന്ന് 10,000 രൂപ വെച്ചായിരുന്നു. ഞാനാണ് സാറ് പല വർക്കിലും അഡ്വാൻസ് മേടിച്ചു പോകില്ല. കാരണം പുള്ളിക്ക് അന്നേരം തോന്നുന്നു വേറെ ബിസിനസ്. എന്നെ കൊണ്ട് തമിഴ്നാട്ടിൽ എവിടെയോ ഒരു സ്ഥലത്ത് കഷണ്ടിക്ക് മരുന്നുണ്ടാകുമെന്നും പറഞ്ഞ് ഞാനാണ് കൈരളി ചാനലിൻ്റെ അന്ന് ചീഫായിരുന്നു SK സാറ്, സിന്ധുകുമാർ, അദ്ദേഹത്തിനെ കൊണ്ട് മേക്കപ്പ് മാനെയും വിളിച്ച് പൈസയൊന്നും മേടിച്ചില്ല അവർ. എൻ്റെ സുഹൃത്താണ് SK സാറ് അന്ന്. എന്നിട്ട് ഈ മുടി കിളുത്ത പോലെ വെച്ച് കഷണ്ടിയാണ് പുള്ളി, കഷണ്ടി വെച്ച് ഒരു വർക്കിലും അഭിനയിക്കുകയില്ല, ബിഗ് വെച്ച് അഭിനയിക്കുകയുള്ളൂ. രതീഷിനും മുടി കിളുത്തു എന്നും പറഞ്ഞ് കേരള കൗമുദിയിൽ ഈ PV രാജൻ സാറ് ജില്ലാ ലേഖകൻ അദ്ദേഹം 30,000 രൂപ പരസ്യം കൊടുത്ത് ഇങ്ങനെ വെച്ച് കൊടുത്ത്. അതുകൊണ്ട് അത് അഭിനയിക്കാനാണ് ഒരു വർക്കിലെന്നും പറഞ്ഞാൽ
ഈ രതീഷ് സാറ് ഞാനും കള്ളം പറഞ്ഞ് ജയിച്ചത്, അതിനോട് ആ പണി കാണിച്ചതെന്ന് എന്നോട് എസ് കെ സാർ, ഇപ്പം മനോരമ ന്യൂസിൻ്റെ ചീഫ് ക്യാമറമാനാണ് എസ് കെ സാർ, സിന്ധുകുമാർ സാർ, ഇതൊക്കെ തെളിവുകളുള്ളതാണ്. അപ്പം അങ്ങനെയൊക്കെ ചെയ്തു ബിസിനസ്സിന് തന്നെ അതിനൊരു മരുന്നും കുഴമ്പെന്നും പറഞ്ഞ് തമിഴ്നാട്ടിലെ എവിടെയോ കൊണ്ടുപോയി. ഞാൻ പോയി തിരിച്ചു വന്ന് അത് ഇങ്ങനെ അനൗൺസ് ചെയ്തപ്പോഴത്തേനും ആകെ 3 കുപ്പിക്കാണ് ഓർഡർ വന്നത്. 200 രൂപയായിരുന്നു. സാറിൻ്റെ സത്യത എന്താണെന്ന് പറഞ്ഞാൽ ഈ 300 രൂപയും മനോജിൻ്റെ പേരിൽ അക്കൗണ്ട് തുടങ്ങി. മനോജിന് വന്ന് മണി ഓർഡറാണ്. 300, അത് 3 പേർക്ക് 600 രൂപ തിരിച്ചയച്ചു കൊടുത്തു സാറ്. അത് അങ്ങനെയൊന്നും ചെയ്തില്ല. അങ്ങനെ ഇതിങ്ങനെ ബിസിനസ്സിന് പോകുമായിരുന്നു. എല്ലാം അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു ഈ സാറിന്. അങ്ങനെ ഞാനാണ് പറഞ്ഞത്, സാറേ എത്ര വർക്ക് വരുന്നു. ഏതോ ഒരു പടത്തിന് എനിക്ക് തോന്നുന്നത്, ഏതോ ഒരു പടത്തിൽ NF സാർ അഭിനയിച്ച നരസിംഹമാണോ ഏതോ വരണം, അതിനകത്ത് അതിന് 25,000 അഡ്വാൻസ് വാങ്ങിയതാണ്. അത് സാറ് ചെന്നില്ല, സാറ് 25,000 തിരിച്ചു കൊടുത്തു. അതിന് പേരാണ് NF സാർ അഭിനയിച്ച് ആ കഥാപാത്രത്തെയൊക്കെ അഭിനയിച്ച എന്തോ ഒരു പടം. അങ്ങനെയൊക്കെ ഉണ്ട്. അത് സമയമാകുമ്പോൾ പോവില്ല. ഞാനാണ് പറയുന്നത്, സാറേ KK രാജീവ് നല്ല ഡയറക്ടറാണ്, അടുത്ത സിനിമ ചെയ്യാൻ സാറേ അങ്ങനെ പോകണം നിർബന്ധിച്ചു. കാരണം എനിക്കറിയാം ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ ചേച്ചി അയച്ചു കൊടുക്കുന്ന പൈസ അങ്ങനെയൊക്കെ വെച്ചാണ് ജീവിക്കുന്നവർ. അതിനൊക്കെ കണക്കുകളുണ്ട്. അങ്ങനെ പറഞ്ഞ് ഞാൻ അത്ര നല്ല ഡയറക്ടറാണ് ജോയിസാ. കാരണം ഇദ്ദേഹത്തിൻ്റെയാണ് മറ്റേ ഒരു സിനിമയുടെ സത്യമുള്ള കഥ രതീഷ് സാറിൻ്റെയാണ്. ഒരു അയ്യർ ദി ഗ്രേറ്റ്, അത് രതീഷ് സാറിൻ്റെ കഥയാണ്. അത് വേറൊരാളെ കൊണ്ട് പ്രശസ്തനായി എഴുതിച്ച്, പക്ഷേ അത് അയാളുടെ പേര് വെച്ചെന്നുള്ളൂ രതീഷ് സാറാണ്. ഇതുപോലെ എനിക്ക് എൻ്റെ ഇതിനകത്ത് തിരക്കഥയും സംഭാഷണം എൻ്റെ പേര് വെക്കാമെന്ന് പറഞ്ഞിരുന്ന മരിച്ചു വേണ്ട കർഷകശ്രീ ശ്രീമാൻ ശശികുമാർ. അതിൻ്റെ കഥ ഞാൻ ഏകദേശം 100 എപ്പിസോഡ് എഴുതി. 2 വർഷം കൊണ്ട് എഴുതാണ്. പുള്ളി പറഞ്ഞാൽ സ്റ്റോറിയുടെ മാത്രം ഇങ്ങനെ പറഞ്ഞു. ഞാനത് വെച്ച് എൻ്റെ ഒരു തിരുത്തിനും വന്നിട്ടില്ല. എന്നെ ഏൽപ്പിച്ച് ഉല്ലാസരോട് പറഞ്ഞിരുന്നു, ഉല്ലാസ നീ ഏൽപ്പിച്ച കറക്റ്റ് ആളെയാണ്. കാരണം എനിക്കൊന്നും അറിയണ്ട, ഞാനങ്ങ് കഥയുടെ പറഞ്ഞു കൊടുത്ത 10 ദിവസത്തേനുള്ള ഓരോ എപ്പിസോഡ് എഴുതിക്കൊണ്ട് വരിക. അല്ലെങ്കിൽ ഒരു 3 സീനൊക്കെ പുള്ളി എഴുതുകയുള്ളൂ, ഞാനത്രയൊക്കെ എഴുതുകയുള്ളൂ. അങ്ങനെ ഒരു സംഭവം. അതുപോലെ തന്നെ ഈ ലാസ്റ്റ് അങ്ങനെ അതിനകത്ത് പോയി അഭിനയിച്ചു. എന്നെ അവിടെ വിളിച്ചു. അവിടെ വിളിച്ചപ്പോഴും മമ്മൂട്ടിയുടെ ഒരു അനിയൻ സക്രിയ ഷൂട്ടിങ് കഴിഞ്ഞ് ഞാൻ അവിടെ നിന്ന് ഉച്ചയ്ക്ക് വന്ന ലൊക്കേഷനിൽ ചെന്ന് അപ്പോൾ ജോയിസാ കയറുന്ന പറഞ്ഞ കാറെ കയറ്റി പോയി. സക്രിയ സമ്മതിച്ചില്ല. അവ യൂണിറ്റ് വണ്ടി വരട്ടെ എന്ന് പറഞ്ഞു. എനിക്ക് യൂണിറ്റ് വണ്ടി പോക്കൊന്നും വലിയ കാര്യമൊന്നുമല്ല. ഞാനതിൽ തന്നെ പോയി. സാറ് വഴിക്ക് വെച്ച് 2 ആൾ ഇറങ്ങിയപ്പം സക്രിയ പറഞ്ഞ അവനൊക്കെ അങ്ങനെ വന്നാൽ മതി. ഈ സക്രിയ മമ്മൂട്ടി സാറിൻ്റെ അനിയൻ അങ്ങനെ ചെയ്തതാണ്. അപ്പോൾ പക്ഷേ ഇബ്രാഹിം കുട്ടി ഇക്കായൊക്കെ എൻ്റെ വർക്കിൽ അഭിനയിച്ചിട്ടുണ്ട് മെയിൻ റോളിൽ. എന്നെ ഉപദ്രവിച്ചിട്ടില്ല, നല്ല രീതിയിലാണ്. സക്രിയ അന്ന് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അയാളിപ്പോഴും രക്ഷപ്പെട്ടില്ല, മമ്മൂട്ടി സഹായിച്ചില്ല. എനിക്ക് ആ സ്വഭാവം അറിയാം, ഞാൻ പറഞ്ഞിട്ടുണ്ട് അത്. അപ്പം ഞാൻ എന്നിട്ട് ചെന്ന് രതീഷ് സാർ ഫ്ലാറ്റിൽ ചെന്ന് ഒക്കെ ഇങ്ങനെ പോയി. ഞാൻ ഈ റിനുവിൻ്റെ പൈസ കൊടുക്കാനായിട്ട് ചോദിക്കുക. അടുത്ത ആഴ്ച തരാമെന്ന് പറഞ്ഞല്ല, മനോജായിരുന്നു ഫുൾ പൈസയും കൈകാര്യം ചെയ്തിട്ടുണ്ടേ. എന്നിട്ട് ലാസ്റ്റ് രതീഷ് സാർ ഇങ്ങനെ മരിച്ചപ്പോൾ ഞാൻ മനോജിനെ വിളിച്ചു. അപ്പോൾ പറഞ്ഞു, അവിടെ ഫ്ലാറ്റിൽ ഈ മുകേഷ് സാറിൻ്റെ തെറ്റ് തന്നെയാണ്. ഫ്ലാറ്റിൽ ചേച്ചിയില്ലായിരുന്നു, പിള്ളേരും ആരും ഇല്ലായിരുന്നു. ഈ മനോജ് മാത്രമേ ഉള്ളൂ. മനോജ് എപ്പോഴാണ് കൊണ്ടുപോയെങ്കിൽ വല്ലതും മരുന്ന് കൊടുത്തിരുന്നോ? മനോജാണ് കൊണ്ടുപോയത്. അത് കിംസിലാണ് കൊണ്ടുപോയത്, കിംസ് ഹോസ്പിറ്റലിലാണ് കൊണ്ടുപോയത്. അവിടെ കൊണ്ടുപോയി മരിച്ചും പോയി. പക്ഷേ അന്നേരം ഇങ്ങനെ എനിക്ക് നാളെ അഭിനയിക്കേണ്ടെന്നൊക്കെ പറഞ്ഞു. കാരണം പുള്ളിക്ക് ആരെയും പ്രശ്നമില്ല, ഇവൻ പൊടി കലക്കി കൊടുക്കും. ഞാൻ ചോദിച്ചു മനോജ് എങ്ങനെ? പക്ഷേ എന്നോട് കറക്റ്റ് കേരളകൗമുദിയിൽ BV രാജ് സാർ ജീവിച്ചിരിക്കുന്ന മനുഷ്യനാണ്, തൃശ്ശൂരും കണ്ടുണ്ട്, കേരളകൗമുദി ജില്ലയാണ്. പിന്നെ കൈരളിയിലെ SK സാർ, സിന്ധുകുമാർ സാറും വിളിച്ചു വെച്ചു. ജോയിസ് സാർ നിനക്ക് എന്തെങ്കിലും അറിവുണ്ടോ? കാരണം 49 വയസ്സേ ഉള്ളൂ. ഞാനൊന്നും പറഞ്ഞില്ല. കാരണം എനിക്കന്ന് ഭയമായിരുന്നു. ഇന്ന് ഭയമൊന്നുമില്ല. ഇത്രയൊക്കെ സംഭവങ്ങൾ അളിയനാണ് ചെയ്ത് അവിടെ അതുകൊണ്ട് അടക്കിന് പോയിട്ടില്ല. ചേച്ചി മരിച്ചു, പത്മരാജൻ രക്ഷപ്പെട്ടില്ല. ഇപ്പോഴും സിനിമയിൽ നിങ്ങൾക്കറിയാവോ, ആ പിള്ളേരൊക്കെ എന്ത് നല്ല പിള്ളേരാണ്. കുഞ്ഞുങ്ങളൊക്കെ മാലഹമാരുടെ. ആ ഡയന ചേച്ചിക്ക് എന്ത് അതായത് ഡയന ചേച്ചി ഹിസ്റ്ററിയിൽ റാങ്ക് ഹോൾഡറാണ്. ഫസ്റ്റ് റാങ്ക് ഗോൾഡ് മെഡലിസ്റ്റാണ്. അപ്പം രതീഷ് സാറിൻ്റെ സ്വഭാവം സിനിമാറിന് കൊടുക്കുകയല്ല, പിന്നെ ഭയങ്കര കോടീശ്വരിയാണ്. ആ ചേച്ചി അന്നും പൈസ കൊടുക്കുക. രതീഷ് നല്ലവനാണെന്നും പറഞ്ഞ് നല്ല മനുഷ്യനാണെന്നും പറഞ്ഞാണ് കൊടുത്തത്. അപ്പം രതീഷ് സാർ അത്ര മോശമല്ല. 21 വയസ്സിലെങ്ങാണ്ട് അഭിനയിക്കാൻ കയറിയതാണ്. എനിക്കറിയാം ഇത്രയും വലിയൊരു മനുഷ്യൻ. ഈ മനോജ് ചെന്ന് ഡ്രൈവർ എനിക്കിട്ടൊരു പാര വെച്ചപ്പം
രതീഷ് സാർ അത് വിശ്വസിച്ചു പറഞ്ഞു, ജോയ് സാർ അതിലൊന്നും ടെൻഷൻ അടിക്കണ്ട എന്ന് പറഞ്ഞാണ് എന്നോട്. അത് മനോജ് എന്തെങ്കിലും പറയട്ടെ, ഈ എന്തൊക്കെ വലിയ തെറ്റുകൾ മനുഷ്യൻ ചെയ്യുന്നു. ജോയ്സിന് ഇത്രയും പ്രായക്കുറവായതുകൊണ്ട് ജോയ്സിന് ടെൻഷൻ അടിക്കുക, അത് വെച്ച് നോക്കുമ്പോൾ ഇതൊന്നുമല്ല. പക്ഷേ ഞാൻ ആ തെറ്റ് ചെയ്തിട്ടില്ല, കാരണം എനിക്കറിയാതെ. കാരണം എന്ന് പറഞ്ഞാൽ അങ്ങനെയൊക്കെയാണ് അതിൻ്റെ കാര്യങ്ങൾ. അപ്പം അവനൊരു ഫ്രോഡായിരുന്നു ഈ മനോജ് എന്ന് പറഞ്ഞ ഡ്രൈവർ, അത്രയേ ഉള്ളൂ. എന്നോടങ്ങനെ വിളിച്ചു ചോദിച്ചു. പിന്നെ ഞാൻ ആരോടും ഇതുവരെ പറഞ്ഞിട്ടില്ല. അദ്ദേഹത്തിൻ്റെ അളിയനാണ് ചതിച്ചത്. അതിന് ശേഷം സാമ്പത്തികമായിട്ട് തകർന്ന് ശരിക്കും ഇങ്ങനെയൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ജീവിതമായിരുന്നത്. ഞാൻ കണ്ടതിൽ ആ അനുഭവങ്ങൾ ഇത്രയും പറയാനൊരു കാരണമുണ്ട്. ഇത് കണ്ടത് മാത്രമല്ല, ഇത്രയും 2.5 കൊല്ലമായിട്ട് എനിക്ക് 2.5 കൊല്ലം എനിക്ക് ഇത്രയും അനുഭവമുള്ള ഞാൻ, നിങ്ങൾ ഇന്നത്തെ കാലത്തെ അഭിനയിക്കാൻ വരുന്നവരുടെ എന്നോടൊരു 3 ദിവസം മുമ്പ് ഒരാൾ കോണ്ടാക്ട് ചെയ്തുകൊണ്ടിരിക്കുക. അവർക്ക് എല്ലാം അങ്ങനെ ഇങ്ങനെ കൂടാന്നൊക്കെ അഭിനയിക്കുക, നായകനാകാൻ. ഞാൻ പറയുന്നില്ല അതൊന്നും. കാരണം എന്ന് പറഞ്ഞാൽ എന്നെ എന്തെന്ന് കരുതിയിട്ടാണ് എൻ്റെ ആ 4 വർക്ക് ഇട്ട് കണ്ടിട്ട് വെറും 20,000 രൂപ ഇടാന്ന് പറയും, പിന്നെ 10,000 രൂപ. അവരൊക്കെ എന്നെക്കുറിച്ച് എന്താ ധരിച്ചിരിക്കുന്നത്? ഞാൻ അവർക്ക് ചെയ്യില്ലെന്നാണോ? ഞാൻ ഇപ്പോൾ ഈ പ്രോഗ്രാമും അദ്ദേഹം കാണും. കാരണം പറഞ്ഞാൽ ഞാനൊന്നും ആരോടൊന്നും അങ്ങനെയൊന്നും പറയാറില്ലെന്നേ ഉള്ളൂ. പക്ഷേ എൻ്റെ അനുഭവപാഠങ്ങൾ, ഞാൻ ഇതുപോലുള്ള മനുഷ്യനിവിടെ ഈ രതീഷ് സാറിൻ്റെ കൂടെ നിന്ന് ഇന്നലെ അല്ല, അദ്ദേഹം മരിച്ചിട്ട് എത്ര വർഷമായി? അപ്പം അതിൻ്റെ മരിക്കുന്നതിൻ്റെ തൊട്ട് 2 കൊല്ലം ഞാനാണ് KK രാജീവ് സാറിൻ്റെ വർക്കിന് പറഞ്ഞു വിട്ടവൻ. ആ കൃത്യമായിട്ട് പൈസ കൊടുക്കുമായിരുന്നു കേട്ടോ. ഡെയിലി പറഞ്ഞ പോലെ 15,000 രൂപ കൊടുക്കുമായിരുന്നു. ഫ്ലാറ്റ് വേറെ കൊടുക്കുമായിരുന്നു. ഫ്ലാറ്റല്ല, അത് ഭയങ്കര ഒരു സെറ്റപ്പായിരുന്നു. ഞാനവിടെ ചെന്ന് ആഹാരം കഴിച്ചിട്ടുണ്ട്. ജഗവയുടെ വർക്ക് ഞാൻ അന്നേരം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവിടെ ചെന്നേച്ച് ജഗവയുടെ വണ്ടിയെ പോയിട്ട് മനേനെ കൊണ്ട് തന്നെ തിരിച്ച് ഡാൻസറെ കൊണ്ട് വിടിയിച്ചിട്ടുണ്ട് അവിടെ. അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇത്രയാണ് എൻ്റെ ഓർമ്മകളിൽ നിൽക്കുന്ന കുറേ കാര്യങ്ങൾ. നന്ദി, നമസ്കാരം.